ഹായ് ഫ്രണ്ട്സ്, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അൺബോക്സ് ചെയ്യാനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഉള്ളത്. എൻ്റെ പേര് അരുൺ. നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കടക്കാം. എൻ്റെ കയ്യിലുള്ളത് OnePlus Nord Buds 3 Proയുടെ ഒരു പാക്കിംഗ് ആണ്. വളരെ മിനിമലാണ്, കോമ്പാക്റ്റ് ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് തന്നെയാണ്. ഇതിൻ്റെ മുൻവശത്തായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഐക്കണിക് ആയിട്ടുള്ള OnePlus ലോഗോ കാണാൻ സാധിക്കും, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കും, OnePlus Nord ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിൻവശത്തായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറർ അഡ്രസ്സ്, കൺട്രി ഓഫ് ഒറിജിൻ, അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ബോക്സിനുള്ളിലായിട്ട് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. പതിവ് പോലെ നെവർ സെറ്റിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ വർക്ക് കാണാനായിട്ട് സാധിക്കും. യൂസർ ഗൈഡ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ സേഫ്റ്റി വാറണ്ടി ഇൻഫർമേഷനൊക്കെയാണ് ഈ ഒരു പേപ്പർ വർക്കിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റിക്കറാണ്. വളരെ നല്ലൊരു സ്റ്റിക്കർ തന്നെയാണ്, കാർട്ടൂണിഷ് ആയിട്ടുള്ള വളരെ കാണാനായിട്ട് ഭംഗിയുള്ളൊരു സ്റ്റിക്കറാണ് കാണുന്നത്. പിന്നീടായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കറ്റ് കാണാം. ഇതിൽ ഇയർ ടിപ്സിൻ്റെ ഒരു പാക്കറ്റാണ്. ഇനി അടുത്തായിട്ടുള്ള വളരെ ചെറിയൊരു ചാർജിങ് കേബിൾ കാണാം. USB Type A Type C വരുന്ന ഒരു കേബിളാണ്. നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് നമ്മുടെ ആ ഒരു ഇയർബഡ്സിൻ്റെ കേസ് കാണാനായിട്ട് സാധിക്കുന്നത്. പേപ്പറിൽ റാപ്പ് ചെയ്ത നിലയിലാണ് നമുക്ക് കാണുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പാക്കിങ് തന്നെയാണ്. OnePlusൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. ഈ ഒരു ബോക്സ് വളരെ സിമ്പിളായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബഡ്ജറ്റ് ഇയർബഡ്സ് മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പാക്കിങ് തന്നെയാണ്. ഈ ഒരു കളർ വേരിയൻറ്റ് സ്റ്റാറി ബ്ലാക്ക് ആണ്. സോഫ്റ്റ് ജേഡ് എന്ന മറ്റൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. ഇയർബഡ്സ് കേസിൽ OnePlus ബ്രാൻഡിങ് കാണാം. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു കേസാണ്. അതിൽ സ്റ്റാർസ് പോലെ വൈറ്റ് ഡോട്ട്സ് കൊടുത്തിരിക്കുന്നു. വളരെ നല്ല ഭംഗിയുള്ള ഒന്ന് തന്നെയാണ്. ഇയർബഡ്സ് കേസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു Type C പോർട്ടും പെയറിംഗ് ബട്ടണും കാണാം. ബഡ്സ് കേസിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർബഡ്സ് കാണാൻ സാധിക്കും. അതിൽ ലെഫ്റ്റ് റൈറ്റ് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇയർബഡ്സ് താഴേക്ക് വീണ് പോകുന്നുള്ള ആ ഒരു രീതിയിലുള്ള പേടിയൊന്നും വേണ്ട. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് കണക്ഷൻ തന്നെയാണ്. വളരെ സെക്യൂർഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു കേസിനകത്ത് ഇയർബഡ്സ് ഇരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹിഞ്ചസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു എയർപോർട്സ് പ്രോയുടെ തന്നെ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇനി ഒരു കേബിളാണ് എനിക്ക് വളരെ ഷോർട്ടായിട്ട് തോന്നിയത്. ഞാൻ ഈ രീതിയിലുള്ള ഇത്രയും ഷോർട്ടായിട്ടുള്ള കേബിൾ ചാർജ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യാറില്ല. ലിഡ് ഓപ്പണിംഗ് ക്ലോസിങ് വളരെ ഈസി ആയിട്ടുള്ള വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്യാം. പെബിൾ പോലുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു ഇയർബഡ്സ് കേസിന് വരുന്നത്. വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ്. ആപ്പിൾ എയർപോർട്സ് പ്രോ ആയിട്ടൊക്കെ സിമിലാരിറ്റി തോന്നും ഈ ഒരു ഇയർബഡ്സിൻ്റെ ഡിസൈനിലൊക്കെ. ആ ഒരു ഇയർബഡ്സ് മോഡലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയേക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇയർ ടിപ്സിൻ്റെ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ 2 പെയേഴ്സ് ഇയർ ടിപ്സ് നൽകിയിട്ടുണ്ട്. സിലിക്കൺ ഇയർ ടിപ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചെവിയുടെ കംഫർട്ട് നോക്കി ഉപയോഗിക്കാം. സ്മോള്, മീഡിയം, ലാർജ് സൈസിൽ ഇയർ ടിപ്സ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പ്രൈസ് 2,999 ആണ് നോർമലി വരുന്നത്. പലപ്പോഴും ഓഫറിലൊക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാണാറുണ്ട്. ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇയർബഡ്സ് കേസിന് വെളിയിലെടുക്കുമ്പോഴത്തേക്കും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ് നൽകുന്നത്. വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ചെവിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോഴാണെങ്കിലും വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇയർ കനാലിനകത്തേക്ക് പുഷ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പാസീവ് ആയിട്ടുള്ള സീല് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ അനുസ്മരിപ്പിക്കുന്ന എയർപോർട്ട് പ്രോയുടെ ആ ഒരു ഡിസൈനെയാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗത്തായിട്ട് വിട്ട് കൂടിയിട്ടും മേൽഭാഗത്തേക്ക് ചെല്ലും തോറും അത് ടാപ്പേഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. മേൽഭാഗത്തായിട്ടാണ് ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഏരിയ വരുന്നത്.
ഈ ഒരു ടച്ച് കൺട്രോൾസ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും പ്ലേ പോസ് എന്നുള്ള ഒരു കൺട്രോൾസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് തുടങ്ങിയ ടച്ച് കൺട്രോൾ എല്ലാം തന്നെ നമുക്ക് ഹേ മെലഡി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കോൺഫിഗർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്, വോയിസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഗെയിം മോഡ് തുടങ്ങിയ കോൺഫിഗറേഷൻസ് നമുക്ക് ഹേ മെലഡി ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം. iOS-ലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇയർബഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗെയിം മോഡ് തന്നെയാണ്. ഗെയിം മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലേറ്റൻസി വളരെയധികം കുറച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കോൾ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്നതിനായിട്ടും നമുക്ക് ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യുന്നതിനും ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാകും. ഇനി കോൾ റിജക്റ്റ് ചെയ്യുന്നതിനായിട്ടാണെങ്കിൽ 1 സെക്കൻഡ് ടൈമിലേക്ക് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതിയാകും. ഏറ്റവും എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറായിട്ടുള്ളത് ANC മോഡ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ANC മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് 1 സെക്കൻഡ് ടൈമിലേക്ക് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും മാറി മാറി നമുക്ക് സ്വിച്ച് ചെയ്യാം. വളരെ നല്ലതായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ടും അതുപോലെ ഡിക്രീസ് ചെയ്യുന്നതിനായിട്ടും ലോങ് ടൈമിലേക്ക് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഇയർബഡ്സിലും ആ രീതിയിൽ കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. അതും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രിസൈസായിട്ട് തന്നെയുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു ടച്ച് കൺട്രോൾസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു റോങ് ഇതിലേക്ക് പോകുന്നില്ല. വളരെ നന്നായിട്ട് തന്നെ അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. നോട്ട് ബഡ്സ് 3 പ്രോയുടെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സൗണ്ട് ട്യൂണിംഗ് ആണ് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈലിൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ബേസ് അധികമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ബേസ് ഹെഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ നോർമലി ന്യൂട്രലായിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈലാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഒരു ബേസ് കൂടുതലായിട്ടുള്ളത് ഓവറോൾ സൗണ്ട് ക്വാളിറ്റിനെ ബാധിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പക്ഷേ ഈ ഒരു ഇയർബഡ്സിൻ്റെ ആപ്പിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഈക്വലൈസർ സെറ്റിങ്സ് അവൈലബിൾ ആണ്. ബേസ് വേവ് 2.0 എന്നുള്ള ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബേസ് അധികമായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് ബേസ് ആ ഒരു ഈക്വലൈസർ സെറ്റിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് മാനുവലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈക്വലൈസർ സെറ്റിങ്സ് അവൈലബിൾ ആണ്. വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് ആപ്പിൽ അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ബേസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈക്വലൈസർ സെറ്റിങ്സ് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്തപ്പോഴത്തേക്കും വളരെ നല്ല ഒരു സൗണ്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ നല്ല ക്വാളിറ്റി തോന്നി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കുറേ ഞാൻ ഉപയോഗിച്ചു. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് 50 to 60% ക്വാളിറ്റിയിൽ തന്നെ അത്യാവശ്യം ലൗഡ്നെസ് നൽകുന്ന ഒരു ഇയർബഡ് മോഡലാണിത്. അതുപോലെ തന്നെ മറ്റ് ഇയർബഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ക്വാളിറ്റിന് അടുത്താണ് അത്യാവശ്യം ലൗഡ്നെസ് കിട്ടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. 50 to 60% തന്നെ അത്യാവശ്യം ലൗഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ലെവലിലെല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കപ്പ് എല്ലാം നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ മൈക്ക് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈക്ക് ക്വാളിറ്റി ആണ്. കോൾ ക്വാളിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നോയ്സി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ കുറച്ച് സൗണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഫീല് തരുന്നുണ്ട്. പക്ഷേ ഓവറോൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈക്ക് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഇയർബഡ്സ് നൽകുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോട്ട് ബഡ്സ് 3 പ്രോ എന്ന് പറയുന്ന ഒരു ഇയർബഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. എനിക്ക് നല്ല രീതിയിലുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു റൂമിനകത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ റെക്കോർഡിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു നോയ്സി ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് ഈ ഒരു മൈക്കിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് ഞാനൊരു റെക്കോർഡിങ് ഒരു വീഡിയോ ഒരു നോയ്സി എൻവയോൺമെൻറ്റ് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നത് ഒരു സിറ്റി ആംബിയൻസിൻ്റെ ഒരു നോയ്സി ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നല്ല രീതിയിലുള്ള ഒരു നോയ്സ് ആയിട്ടാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ എങ്ങനെയാണ് ഈ മൈക്ക് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താഴെ കമൻസ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.
ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇയർബഡിൻ്റെ ആപ്പിൽ ഡിഫറെൻറ്റ് ലെവൽസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സ്മാർട്ട്, അതുപോലെ തന്നെ മാക്സ്, മോഡറേറ്റ്, ലോ തുടങ്ങിയ സെറ്റിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ സ്മാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ആംബിയൻ നോയ്സ് അനുസരിച്ചുകൊണ്ട് ANC ലെവൽ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ഇയർ ഫിറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഓപ്ഷനും കൂടി ഈ ഒരു ആപ്പിലുണ്ട്. ആ ഒരു ടെസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ANCയുടെ ആ ഒരു ലെവൽ ഏതാണെന്നുള്ളത് ആപ്പിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതാണ്. അങ്ങനെ നല്ല ഒരു സെറ്റിങ്സ് ഓപ്ഷനും കൂടി ഈ ഒരു ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹേമലഡി എന്നുള്ള ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹേമലഡി എന്നുള്ള ആപ്പ് ആക്ച്വലി ആൻഡ്രോയിഡ് ഫോൺസിനും അതുപോലെ തന്നെ iOSനും അവൈലബിൾ ആണെന്നുള്ള പറഞ്ഞു. അതുകൂടാതെ OnePlus ഫോൺസിനായിട്ട് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്പിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ OnePlus ഫോൺസിൽ സെറ്റിങ്സിൽ തന്നെ ഈ ഒരു ഇയർബഡ്സിൻ്റെ സെറ്റിങ്സ് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ആപ്പിൽ ഹേമലഡി ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ OnePlus ഫോൺസിൻ്റെ സെറ്റിങ്സിൽ ബ്ലൂടൂത്ത് സെക്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ആപ്പ് ഇൻ്റഗ്രേഷൻ ആണ് ഈ ഒരു ഇയർബഡ്സിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. വളരെ നല്ല ഫീച്ചേഴ്സ് ആണുള്ളത്. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബ്ലൂടൂത്ത് 5.4 വേർഷനാണ് ഈ ഒരു ഇയർബഡ്സ് മോഡലിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളത്, അതുപോലെ റിലയബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഓഫർ ചെയ്യുന്നത്. കണക്ഷൻ ഡ്രോപ്പ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. റേഞ്ചൊക്കെ പ്രീവിയസ് വേർഷനായിട്ട് നോക്കുമ്പോഴത്തേക്ക് സിമിലർ ആണ്. പക്ഷേ മെയിൻലി സ്റ്റേബിൾ ആൻഡ് റിലയബിൾ കണക്ഷൻ എന്നുള്ളതാണ് 5.4ൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് വേർഷനാണ് 5.4. പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതിൽ കോഡക്സ് യൂസ് ചെയ്യുന്നത് AAC SBC തുടങ്ങിയ കോഡക്സാണ് യൂസ് ചെയ്യുന്നത്. ഹൈറസ് കോഡക്സ് സപ്പോർട്ട് ഇതിൽ കിട്ടുന്നില്ല. LHDC അതുപോലെ LDAC കോഡക്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഇയർബഡ്സ് മോഡലിൽ വരുന്നില്ല. പക്ഷേ AAC അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോഡക്കാണ്. ആപ്പിൾ ഡിവൈസസിലെല്ലാം വരുന്ന ഒരു കോഡക്കാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലേറ്റൻസി ഇഷ്യൂസ് ഒന്നും വലിയ രീതിയിലുള്ള ഒരു ഇതായിട്ട് തോന്നിയില്ല. ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് 44 hours ആണ്. അതാണ് ഇതിൽ ഓഫർ നൽകിയിരിക്കുന്നത്. അതായത് ഇയർബഡ്സും അതുപോലെ ഈ ചാർജിങ് കേസ് ഉൾപ്പെടെയുള്ള ബാറ്ററി ബാക്കപ്പ് പറയുന്നത് 44 hours ആണ്. ANC ഓഫ് ചെയ്തുകൊണ്ട് 50% വോളിയത്തിൽ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇയർബഡ്സിൽ പറയുന്ന ബാക്കപ്പ് 12 hours ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൽ നമുക്ക് 10 minutes ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും അതുപോലെ തന്നെ ബഡ്സും ഉൾപ്പെടെയുള്ള ഒരു ബാക്കപ്പ് പറയുന്നത് 11 hours ആണ് പറയുന്നത്. ബഡ്സ് മാത്രം 4 hours ആണ്. പിന്നെ ANC ഓൺ ചെയ്തുകൊണ്ട് അതുപോലെ 50% വോളിയത്തിൽ ബാറ്ററി ബാക്കപ്പ് ഓഫർ ചെയ്യുന്നത് 5.5 hours ഇയർബഡ്സ് മാത്രം. അതുപോലെ തന്നെ കേസ് ഉൾപ്പെടെ പറയുന്നത് 20 hours ആണ് പറയുന്നത്. എൻ്റെ ഉപയോഗത്തിൽ ഞാൻ ANC ഓൺ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ഒക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം 5 hours അടുത്തുള്ള ബാറ്ററി ബാക്കപ്പ് ലഭിച്ചു. വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് 5.4 വേർഷൻ ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് തന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പും കൂടി ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. OnePlus Nord Buds 3 Pro കേസ് ആക്ച്വലി ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇയർബഡ്സ് IP55 റേറ്റിംഗ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫ് റെസിസ്റ്റൻ്റ് ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റിംഗ് ആണത്. IP55 എന്നുള്ളത് ഒരു ഹൈ എൻഡ് മോഡലിന് വരുന്ന രീതിയിലുള്ള റേറ്റിംഗ് തന്നെയാണ് IP55. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഔട്ട്ഡോർ യൂസിലെല്ലാം വളരെയധികം റിലയബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഇയർബഡ്സ് മോഡലിൽ ഡ്യുവൽ കണക്ഷൻ ഫീച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരേ സമയം 2 ഡിവൈസായിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് മോഡൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ആൻഡ്രോയിഡ് ഡിവൈസിലും അതുപോലെ തന്നെ ഐഫോണിലും ഞാൻ ഒരേ സമയം ഉപയോഗിച്ച് നോക്കി. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രോപ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. വളരെ നല്ല രീതിയിലുള്ള കണക്ഷനാണ് 2 ഡിവൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇയർബഡ്സ് മോഡലാണെന്ന് തന്നെ പറയാം. ഫീച്ചേഴ്സ് വൈസ് വളരെയധികം നല്ല ഒരു ഇയർബഡ്സ് തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റിയിൽ കുറച്ച് ബേസ് മുഴച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഇക്വലൈസർ സെറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.